സംസ്ഥാനത്തെ മഴക്കെടുതിയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ജനം ടിവിക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഈ മഴ ഇപ്പോഴും ആശങ്കയായി നിൽക്കുകയാണ്. ദുരന്ത നിവാരണത്തിനായി കേരളം എന്ത് ചെയ്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കൃത്യസമയത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് മഴ മുന്നറിയിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും ഉണ്ടായിരുന്നു. അതിതീവ്ര മഴയുടെ നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴയുണ്ടാകും എന്നുള്ള മുന്നൊരുക്കമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ എല്ലാ രീതിയിലുള്ള ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നമ്മുടെ എല്ലാ ഫോഴ്സുകൾക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. പല സ്ഥലങ്ങളിലും ജില്ലകളിലും ഫോഴ്സുകൾ തയ്യാറായി നിന്നിരുന്നു. അതുപോലെ ക്യാമ്പുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും നേരത്തെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അതിതീവ്ര മഴ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഉൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യം അതിതീവ്ര മഴയുടെ കാരണമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് നേരത്തെ ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. ആ പരിമിതികൾ കാത്തു നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കൃത്യസമയത്ത് തന്നെ ഈ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി നടന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവശേഷിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം അതും സുഗമമായി നടക്കുന്നുണ്ടോ? ഈ മരുന്നുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ലഭിക്കാനൊക്കെ അത് സംബന്ധിച്ച് കൃത്യമായൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ടല്ലോ. അങ്ങനെ എവിടെയെങ്കിലും വിമർശനം ഉയർന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ വിമർശനം വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നേരിടേണ്ടത് ആ രീതിയിൽ ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ പിന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അല്ല, നമ്മൾ മുതലപ്പുഴയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കൃത്യമായി എത്തിയില്ല എന്നുള്ള ഒരു കാര്യം. ഈ മഴ മുന്നൊരുക്കങ്ങളും ഏകോപനവും ഒക്കെ കൃത്യമായി നടന്നില്ല എന്ന ആക്ഷേപം വരുന്നുണ്ട് സർ. അതിനെ സംബന്ധിച്ച് എന്താണ് ഒരു വിശദീകരണം നൽകാനുള്ളത്? എന്താണ് ആക്ഷേപം എന്ന് പറഞ്ഞാൽ ആക്ഷേപം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. എന്താണ് ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് ഇനിയും നമുക്ക് പ്രളയം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വരും. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിമർശിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ എന്താണ് അതുകൂടി നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ നമുക്കുള്ളത് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ച് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അതല്ല അത് മാറി ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നെങ്കിൽ അത് ഗുണകരമാണെങ്കിൽ അതും പരിഹരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനോടൊന്നും നെഗറ്റീവ് അപ്രോച്ച് ഇല്ല. പുതുതായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. അത്രയും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ഈ സമയത്ത് ഒരു വാഗ്വാദത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ നിൽക്കുന്നില്ല. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ അത് ഉൾപ്പെടെ പരിഹരിക്കുക. തീർച്ചയായും. മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുള്ള മിനിസ്റ്റർ, ഈ മുൻ മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ച ഈ റൂം ഫോർ റിവർ പദ്ധതിയൊക്കെ ഇപ്പോ ഒരു വാക്കിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ട് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ആ ഒരു സ്കീമുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഗവൺമെന്റ് കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് മുന്നോട്ട് പോയതായിട്ട് എനിക്ക് അറിയില്ല. എന്നാലും അത് അത്തരം നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് യോജിച്ചതാണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും. നമ്മൾ ഉൾപ്പെടെ അപ്രതീക്ഷിതമായി തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ സംഭവിച്ച ഈ കാര്യം. ശരി, സമ്മതിക്കുന്നു. പക്ഷേ എങ്കിലും ഇനി അങ്ങോട്ട് ഈ ദുരന്ത പെയ്ത്തൊക്കെ മറികടക്കാനുള്ള കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ആശങ്ക ഒക്കെ മാറ്റുന്ന തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അതുകൂടി ഒന്ന് പറയാമോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഇപ്പോ റാന്നിയിൽ വെള്ളം കയറി തൊട്ടുമുകളിൽ ഏതാണ്ട് 350 mm മഴയാണ് പെയ്തത്. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഇത്രയും വലിയ മഴ 2-3 മണിക്കൂർ കൊണ്ടാണ് നദികൾ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലേക്കുള്ള മഴ പെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ ആ പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് റാന്നിയെ പോലുള്ള ഒരു നഗരത്തിൽ സ്വാഭാവികമായും പെട്ടെന്ന് നമുക്ക് ഇത് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക.
നേരത്തെ ഇതിന് ഇനി വേണമെങ്കിൽ അടുത്ത തവണ നമുക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അലർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത്ര ഒരു മഴ ഒരിക്കലും ഞങ്ങൾക്ക് മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് തന്നിരുന്നില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തരുന്ന മുന്നൊരുക്കങ്ങൾ നിർദ്ദേശങ്ങളാണ്. അത് അവരാണ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്, അവരുമായി നിർദ്ദേശങ്ങൾ തരുന്നത്. അലർട്ട് പ്രഖ്യാപിക്കുന്നത്, കളർ കോഡ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് അല്ല. അത് കാലാവസ്ഥയുടെ കേന്ദ്രങ്ങൾ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ്. ഗവൺമെന്റിന് ഇഷ്ടംപോലെ ഗ്രീനോ റെഡോ ആക്കാൻ കഴിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന് പരിമിതിയുണ്ട്. പക്ഷെ റെഡ് അലർട്ടായാലും ഓറഞ്ച് അലർട്ടായാലും ഒക്കെ തന്നെ മൺസൂൺ ആയിക്കഴിഞ്ഞാൽ ശക്തമായ മുന്നൊരുക്കവും സജ്ജീകരണങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഇപ്രാവശ്യം അനുഭവം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം 2018 നമുക്ക് കൊല്ലത്തുനിന്ന് ബോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഇത്രയും നമ്മളത് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ചില സംഭവങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത്, ആ പെട്ടെന്നുള്ള പ്രതികരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ശരി, അപ്പോൾ സാറ് പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് മനസ്സിലാവും, ഒരു മിന്നൽ പ്രളയ സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഒരു പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ്. എന്നാൽ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാഠം കിട്ടിയിട്ടുണ്ട്. ഈ പാഠത്തിന്റെ ബേസിൽ ഇനി കൃത്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ സുരക്ഷാ മാർഗങ്ങളിലേക്ക് നീക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അത് പ്രിപ്പയർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ഇപ്പോഴും പ്രിപ്പയർഡാണ്, അതിന് സംശയമില്ല. പക്ഷേ അതിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ നമുക്ക് അപ്രതീക്ഷിതമായി വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അത് മറികടക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റ് പരിശോധിക്കും. ശരി മിനിസ്റ്റർ, എന്തായാലും വളരെയധികം നന്ദി, ഞങ്ങളോട് ഈ വിലപ്പെട്ട സമയം പ്രതികരിച്ചതിന് നന്ദി. എന്തായാലും മിനിസ്റ്റർ തന്നെ തത്സമയം നമ്മോടിപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്നും ഇനിയുള്ള സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം ഈ മണിക്കൂറിൽ നൽകുന്നത്.